കൊന്നപ്പൂ പോലൻ മുന്ന് കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ. കൊന്നപ്പൂവായിട്ട് ചേച്ചി എങ്ങോട്ട് പോവാ? നമുക്ക് വിഷുക്കണി എടുക്കണ്ടേ? ഇപ്രാവശ്യത്തെ വിഷു നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. കേരളീയർക്ക് വിഷു എന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, പ്രതീക്ഷകളുടെയും പുതിയ തുടക്കത്തിന്റെയും അടയാളം കൂടിയാണ്. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു എന്തായിരിക്കും ചേച്ചി ആ വാക്കിന്റെ അർത്ഥം? രാപ്പകലുകൾ തുല്യമായി വരുന്ന വിഷുവം എന്നതിൽ നിന്നാണ് വിഷു എന്ന വാക്കുണ്ടായത്. വിഷുവിന് പല ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നും എനിക്കറിയാം. ലോകത്തെ കഷ്ടപ്പെടുത്തിയിരുന്ന അഹങ്കാരിയായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിനമാണ് വിഷുദിനം. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. മറ്റൊരു ഐതിഹ്യം രാമായണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പണ്ട് രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് സൂര്യഭഗവാനെ നേരെ കിഴക്കുതിക്കാൻ അനുവദിച്ചിരുന്നില്ല. ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ കിഴക്കുതിക്കാൻ തുടങ്ങിയതെന്നും ഇതിന്റെ പ്രതീകമായാണ് വിഷു ആഘോഷിക്കുന്നതെന്നുമാണ് മറ്റൊരു ഐതിഹ്യം. ചേച്ചി, ഈ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വിഷുക്കഞ്ഞി, വിഷു കൈനീട്ടം, വിഷുക്കണി, വിഷു സദ്യ, പിന്നെ പടക്കം പൊട്ടിക്കൽ. ഈ വിഷുക്കണി ഒരുക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടേ? പുതിയൊരു വർഷത്തിന്റെ തുടക്കത്തിനായി ഓട്ടുരുളിയിൽ ധാന്യങ്ങൾ, കണിക്കൊന്ന, കണിവെള്ളരി, ഫലങ്ങൾ, ഫ്രൂട്ട്സ്, അതെ, അഷ്ടമംഗല്യം, കൃഷ്ണവിഗ്രഹം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന മനോഹരമായ കാഴ്ചയാണ് വിഷുക്കണി. മുതിർന്നവർ കുട്ടികൾക്കും മറ്റുള്ളവർക്കും നൽകുന്നതാണ് കൈനീട്ടം. ഉണക്കലരിയും തേങ്ങാപ്പാലും ചേർത്ത് തയ്യാറാക്കുന്ന വിഷുക്കഞ്ഞി ചിലയിടത്ത് ഉപ്പും ചിലയിടത്ത് മധുരവും ചേർക്കുന്നു. അതുപോലെ തന്നെയാണ് വിഷു സദ്യ. വിഭവ സമൃദ്ധമാണ്. ഉപ്പും പുളിയും മധുരവും കയ്പും അടങ്ങുന്ന വിഭവങ്ങൾ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും ഒരുപോലെ സ്വീകരിക്കണം എന്നതാണ് ഇതിന്റെ സന്ദേശം. ഇനിയാണ് നമ്മുടെ പടക്കം പൊട്ടിക്കല്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യം കാണാം അല്ലേ ചേച്ചി? അതെ, നരകാസുരനെ വധിച്ചതിന്റെ ആഹ്ലാദം പ്രകടിപ്പിക്കാനാണ് പടക്കം പൊട്ടിക്കുന്നത്. പടക്കത്തിന് ശബ്ദവും വെളിച്ചവും തിന്മയെ അകറ്റി ഐശ്വര്യം കൊണ്ടുവരും എന്നതാണ് വിശ്വാസം. കണിക്കൊന്നയുടെ മഞ്ഞപ്പട്ടുടുത്തും ഗുരുവായൂരപ്പന്റെ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ടും നമുക്ക് ഈ വിഷുക്കാലത്തെ വരവേൽക്കാം. കൈനീട്ടമായി കിട്ടുന്ന നാണയത്തുട്ടുകളേക്കാൾ മൂല്യമുള്ള സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മ നിറഞ്ഞ വിഷുക്കാലം ആശംസിക്കുന്നു.